Watch India's largest kids library only on Jio Hotstar. Download the app now. എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവർക്കും ഞാൻ എന്റെ പുതിയ ഇൻവെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അതെ, ഞാൻ എപ്പോഴൊക്കെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് ഈ മെഷീൻ ഓൺ ചെയ്യുന്നുവോ അപ്പോൾ ഇതിൽ ഒരു മാപ്പ് കാണും. ആ മാപ്പിൽ നമുക്ക് കുറെ ഏലിയൻസിനെയും കാണാൻ കഴിയും. അതെ, ആർക്കൊക്കെ ഹെൽപ്പിന് വേണ്ടി ഏലിയൻസിനെ ആവശ്യമുണ്ടോ അതിൽ നമ്മൾ വിരൽ വെച്ച് പ്രസ് ചെയ്താൽ മതി. അത്ര തന്നെ ഏലിയൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും. അതെ, പറയൂ, എല്ലാവരും പറയൂ, ആർക്കൊക്കെ അവരുടെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ അവർക്ക് ഒരു അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട്? എനിക്ക് വേണം, എനിക്ക് തരൂ, എനിക്ക് വേണം, എനിക്ക് തരൂ, എനിക്ക് വേണം. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഓരോ അസിസ്റ്റന്റിനെ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ ജോലികളൊക്കെ ഇനി അവരായിരിക്കും ചെയ്യുക. നമുക്കൊക്കെ നല്ലപോലെ വിശ്രമിക്കാം. പൊളിച്ചടത്തല്ല, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ എങ്ങനെ ഒരു കാര്യം കണ്ടിട്ടേ ഇല്ല. എങ്കിൽ ഈ സന്തോഷത്തില് ഇന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സമോസ ഞാൻ തരാം. പൊളിച്ചേ. ചിങ്കം സാറിനെ കാട്ടിലും എനിക്കാണ് കൂടുതൽ അസിസ്റ്റന്റിന്റെ ആവശ്യമുള്ളത്. അപ്പോഴാണ് എനിക്ക് പകരം അവൻ കൊള്ളയടിക്കും, പിന്നെ എനിക്ക് പകരം അവൻ ജയിലിലേക്കും പോകും. ഞാൻ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കും. എങ്ങനെയുണ്ട് ഐഡിയ? ബോസ്, എന്നാ ഞങ്ങള് ലീവ് എടുത്തോട്ടെ, നിങ്ങൾക്ക് പുതിയ അസിസ്റ്റന്റ് വരാൻ പോവല്ലേ? ഓക്കേ, വരൂ പോകാം. ആരാ? പത്തുലു, വേഗം വരൂ, വേഗം വരൂ, നമ്മുടെ അസിസ്റ്റന്റ് എത്തിക്കഴിഞ്ഞു. വെൽക്കം. അതെ, ഞങ്ങള് വന്നു കഴിഞ്ഞു. അല്ല ഏലിയൻ ചേട്ടാ, നിങ്ങള് മാത്രല്ലേ ഇങ്ങോട്ട് വിളിച്ചുള്ളൂ? നിങ്ങൾ എന്തിനാ ഫാമിലി ആയിട്ട് വന്നത്? സാറേ, ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് ആവാൻ വന്നതല്ലേ. അപ്പൊ ഇത്രയും ദൂരം എന്റെ ഫാമിലിനെ വിട്ടിട്ട് എങ്ങനെയാ വരുന്നത്? ഇത് നോക്ക്, അവരോട് വേഗം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയൂ. നമ്മുടെ മക്കൾക്കെല്ലാം നന്നായി വിശക്കുന്നുണ്ട്. അതെ, ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? സോറി സാർ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വലിയ പിടിയില്ല. കുറച്ചു ദിവസം നിങ്ങൾ ഉണ്ടാക്ക്, അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചെടുത്തോളാം. പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് ഞാൻ വളരെ മിടുക്കനാ. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് ജോലി പഠിക്കുള്ളോ? എന്റെ ലേണിംഗ് സ്പീഡ് വളരെ ഫാസ്റ്റ് ആണ് സാർ. വെറും 2-4 വർഷം കൊണ്ട് ഞാൻ ഇതൊക്കെ പഠിച്ചെടുക്കും. പത്തുലു, ഈ ഹെൽപ്പർ കാരണം നമ്മുടെ ജോലി കൂടിയിട്ടേ ഉള്ളൂ കേട്ടോ. വീട്ടിനകത്ത് കഴിക്കാനാണെങ്കിൽ ഒരു വകയില്ല താനും. വരൂ, നമുക്ക് ചെന്ന് സമൂസയെങ്കിലും കഴിച്ചിട്ട് വരാം. വരൂ. അതെ ആൽഫാബയ്യ, നോക്കൂ, ഞങ്ങൾ പുറത്തു പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരാം. വേറെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയാൻ മടിക്കരുത്, ഞങ്ങൾ തീർച്ചയായും ചെയ്യുന്നതാണ്. ചായക്കട ചേട്ടാ, വേഗത്തിൽ നല്ല ചൂടുള്ള അല്ലെങ്കിൽ തണിഞ്ഞ സമൂസയായാലും കുഴപ്പമില്ല. അതെ ചേട്ടാ, നിങ്ങളുടെ ഹെൽപ്പർ എവിടെയാണ്? കണ്ടില്ലല്ലോ. നോക്ക്, വന്നേ പിന്നെ ഈ മേശയുടെ പുറത്ത് ഇരിപ്പ് തന്നെ. എന്റെ സമയം മോശമായിരുന്നു ഇതിനെയൊക്കെ വിളിക്കാൻ കണ്ട നേരം. അതേന്ന് ആദ്യം കയ്യിൽ കാശുണ്ടോന്നുള്ള പറ. കടമൊന്നും തരാൻ പറ്റില്ല. ഞങ്ങൾ ഒരിക്കലും കടം വാങ്ങിച്ച് കഴിക്കാറില്ല. വളരെ പതുക്കെ കഴിച്ചാ മതി. നീ എത്ര സമോസ കഴിക്കുന്നു എന്നുള്ളത് ഞാൻ എണ്ണണ്ടേ? 1 2 3 4 5 6 7 അവിടെ നിൽക്കാൻ. അതെ ചിങ്കം സാർ, നിങ്ങൾ ഇത് എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ചെറിയ ചെറിയ കള്ളന്മാരെയൊക്കെ പിടിക്കാൻ നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ. എന്നിട്ടെന്താ? എന്റെ അമ്മോ, അസിസ്റ്റന്റോ? ആ വാക്ക് പോലും താൻ പറയല്ലേ. അവരെന്നെ ഓടിച്ച് എന്റെ ഇപ്പൊ നടു ഒടിഞ്ഞു പോയിരിക്കുകയാണ്. അവനിപ്പോ ടാർഗറ്റ് തന്നിരിക്കുകയാണ്. ഞാൻ എന്നും ഒരു കുറ്റവാളിയെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കണമെന്ന്. ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ 1 മാസത്തിൽ ഒരു കുറ്റവാളിയെ പിടിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ എന്നും ഒരു കുറ്റവാളിയെ പിടിച്ച് ഞാൻ എങ്ങനെ ജയിലിനകത്ത് ഇടും? ഡാഡി, ഈ പ്രശ്നം
പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാനുള്ള ഏക കാരണം ജഡ്ക ഡോക്ടറാണ്. ഇതിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നതും അദ്ദേഹം തന്നെ ആയിരിക്കും. ഹലോ, എന്ത് കർത്ത ബാങ്കിൽ മോഷണം നടന്നിട്ടുണ്ടെന്നോ? ബോട്ട് പത്ലു എന്നോടൊപ്പം വന്നേ, വേഗം വാ. വരൂ സർ, വരൂ വരൂ. ജോൺ, തൊണ്ടി മുതലൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പോകാനാ പറഞ്ഞത്. ഏലിയൻ ഡോൺ, നിങ്ങൾ പറഞ്ഞത് കാരണം ഞാൻ ബാങ്കിൽ പോയി കൊള്ളയടിച്ചു. പക്ഷേ നിങ്ങളെ കൊണ്ടിപ്പോ രക്ഷപ്പെടാനാകില്ല. എന്തെന്ന് വെച്ചാൽ മോട്ടു പത്ലു ജോഡി ഇതാ ഈ സ്ഥലത്തേക്ക് വന്നു, കണ്ടില്ലേ? മോട്ടു, എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല കേട്ടോ. ദാ ഇയാളാണ് ഏലിയൻ ദ ഡോൺ. എല്ലാ കൺട്രോളും അയാളുടെ കയ്യിലാണ് ഉള്ളത്. ഇവനിവിടെ വന്നത് ആദ്യം എനിക്ക് അസിസ്റ്റന്റ് ആയിട്ടാണ്, പക്ഷെ ഇപ്പോൾ അവനാണ് മുതലാളിനെ പോലെ നടക്കുന്നത്. ഓ, അപ്പൊ നീയും ഈ ഏലിയൻ ഹെൽപ്പറിനെ വിളിച്ചിട്ടുണ്ടല്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ നഗരത്തിൽ ഒരു കള്ളന്മാരും ഉണ്ടാവാൻ പാടില്ല. അത് മനുഷ്യനായാലും ശരി, ഏലിയൻ ആയാലും ശരി. അത് ശരി, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വരൂ, നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. വാടാ. പത്തിലും എന്തെങ്കിലും ചെയ്യ്. വെറും വയറിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ചിങ്കം സാർ, നിങ്ങൾ ഒരു പോലീസ് ഓഫീസർ അല്ലേ? അതിന്റെ പവർ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യൂ. മോട്ടുവിനെ സഹായിക്കൂ. ഞാൻ രക്ഷിക്കണമെന്നോ? ഓക്കെ, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എല്ലാം നിർത്തിക്കോ. ഇന്ത്യ നിയമമാണ് സത്യം, അല്ലെങ്കിൽ ഞാൻ മോട്ടു, കണ്ടില്ലേ? ഒന്നും ആലോചിക്കാണ്ട് ഏലിയൻസിനെ വിളിച്ചപ്പോ നമുക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കോ. വലിയേട്ടാ, വേണ്ട മോട്ടു, എന്തിനാ എന്നെ തല്ലുന്നത്? വേണ്ട മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്നെ തല്ലല്ലേ. നിങ്ങളുടെ അവസ്ഥ എന്താണോ അതാണ് എന്റെയും അവസ്ഥ. അതെ, അകത്തൊരു സയന്റിസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ ഞങ്ങൾ രണ്ടുപേരെയും വീട് വൃത്തിയാക്കാൻ പറഞ്ഞിരിക്കുക. എന്ത്? അതെ, ഇപ്പോൾ എന്റെ കൺട്രോളിൽ ഒന്നുമില്ല. അതെ. എന്ത്? ഓ നോ, സ്വർണ്ണക്കടയിൽ മോഷണം നടന്നിട്ടുണ്ടെന്നോ? ബോട്ട് പത്ലു, പ്ലീസ് എന്നോടൊപ്പം ഒന്ന് വരൂ. എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കൂ എന്റെ പത്ലു. ഐഡിയ. സമോസകൾ കഴിച്ചിട്ട് നീ നിന്റെ പണി തുടങ്ങ. ജോൺ, മോഷ്ടിച്ച സാധനങ്ങൾ ഞങ്ങളുടെ പക്കൽ തരാനാ പറഞ്ഞത്. അതേ മോട്ടു, എന്നാ പിടിച്ചോ സമോസ. പിന്നെ വന്നോ തല്ലുകൊള്ളാൻ? ഇപ്പൊ കാണിച്ചു തരാടാ. എടാ ഏലിയൻ കള്ള, ഞാനിപ്പോ സമൂസ കഴിച്ചത് കണ്ടില്ലേ നീ? ഇനി എന്റെ ഓരോ ഇടിയും നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇനിയും കണ്ടോടാ എന്റെ വിദ്യകള്. നന്നായി മോട്ടു. എനിക്കൊരു മോഷണോ കള്ളത്തരോ ഒന്നും ചെയ്യണ്ട. എനിക്ക് എന്റെ പ്ലാനറ്റിലേക്ക് തിരിച്ചു പോയാൽ മതി. ഇനി നിങ്ങൾക്ക് ഞങ്ങളോട് വല്ലതും പറയാനുണ്ടോ? പറ. മോട്ടു, നിങ്ങൾ പെർമിഷൻ തരാണെങ്കിൽ ഞാൻ എന്റെ ഫാമിലിയെ കൊണ്ട് തിരിച്ചെന്റെ പ്ലാനറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അയ്യോ സാറേ, ദയവേത് ആരും എന്നെ തല്ലല്ലേ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലാ. നിയമങ്ങളെ സാക്ഷിയായി നിർത്തിയിട്ട് ഞാനൊന്ന് പറയുന്നു. മോട്ടു, ഇവൻ എന്റെ ഡയലോഗാണല്ലോ പറയുന്നത്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. സോറി ചിങ്കം സാർ, നിങ്ങൾ സംസാരിക്കുന്നത് കേട്ട് നിങ്ങളുടെ ഡയലോഗെല്ലാം എനിക്ക് മനപ്പാടായിന്നേ. ഞാനും എന്റെ പ്ലാനറ്റിലേക്ക് പോയിട്ട് ഒരു ചായക്കട തുടങ്ങാൻ പോവാണ്. ജോൺ, നീ ഫുർഫുറി നഗരം മുഴുവനും കൊള്ളയടിക്കുവാൻ മുകളിൽ നിന്ന് ഏലിയനെ വിളിച്ചു വരുത്തി അല്ലേ? ആ, അവരൊക്കെ ദേ ഇപ്പൊ പോയി. ഇനിയിപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്ന ജോണ്? ചേടാ, എന്നെ കുറിച്ചുള്ള കാര്യം ഇവിടെ. ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മേലെ നോക്ക്. ഏലിയന്റെ പറക്കുന്ന കപ്പൽ വന്നു, കണ്ടില്ലേ? ഇപ്പൊ അതൊരു സൂപ്പർ പവറിനെ കൊണ്ടുവന്നിട്ടുണ്ടാവുന്ന തോന്നുന്നത്. നിങ്ങൾ എല്ലാവരെയും ഞാൻ വെറുതെ വിടില്ല.
ഇവരെല്ലാവരെയും അടിച്ച് പിഴിഞ്ഞ് പഞ്ചറാക്കൂ. ഓട്ടോപ്പത്തിൽ വെച്ച് നിങ്ങൾ എനിക്ക് അനുവാദം തരുകയാണെങ്കിൽ ഞാൻ ജോണിനെ ഞങ്ങളുടെ പ്ലാനറ്റിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ കൊണ്ട് എനിക്ക് അവിടെ വലിയ ജോലിയുണ്ട്. ഇതിൽ ചോദിക്കാനും പറയാനും ഒക്കെ എന്തിരിക്കുന്നു? ഞങ്ങൾ സന്തോഷമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. കൊണ്ടുപോയിക്കോളൂ, ജോണിനെ തീർച്ചയായും കൊണ്ടുപോയിക്കോളൂ. ബൈ ബൈ. ഇല്ല, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ചിങ്കം സാർ, എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടൂ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. പ്ലീസ് എന്നെ വിട്ടേക്ക്. വേണ്ട. എന്നെ വിട്ടേക്ക്. Watch India's largest kids library only on Geo Hotstar. Download the app now.